പാലാരൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ്, പാലായുടെ വലിയ പിതാവ് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ്, ശംഷാബാദ് അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവ്, നമ്മുടെ ഫൊറോനയുടെ അമ്മയെ വാഴ്ത്തപ്പെട്ടവളായി സഭ പ്രഖ്യാപിച്ചിട്ട് 40 വർഷങ്ങൾ പൂർത്തിയാകുന്നു. വിശുദ്ധിയായി പ്രഖ്യാപിച്ചിട്ട് 18 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഇത് സാർവത്രിക സഭയിൽ അൽഫോൻസാമ്മയുടെ തിരുനാള് 18ാമത്തെ വർഷമാണ് നടത്തുന്നത്. ഈ തിരുനാളിന് കൊടിയുയർത്തുന്ന അനുഗ്രഹീതമായ ഈ കർമ്മത്തിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പ്രാർത്ഥനാപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രത്യേകമായി നമ്മുടെ അഭിമന്യ പിതാവും ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവിൻ്റെ സാന്നിധ്യം, നമ്മുടെ പിതാക്കന്മാരുടെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമാണ്. അൽഫോൻസാമ്മയെ പറ്റി ഏറ്റവും കൂടുതൽ പ്രസംഗത്തിൽ പരാമർശിക്കുന്ന വ്യക്തി അഭിമന്യ കല്ലറിങ്ങാട്ട് പിതാവാണ്. ഈ ഷ്രൈനിൻ്റെ എല്ലാവിധത്തിലുമുള്ള അഭിവൃദ്ധിയിൽ, അനുദിനമുള്ള പുരോഗതിയിൽ വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അഭിമന്യ കല്ലറിങ്ങാട്ട് പിതാവിനെ ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹാദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വലിയ പിതാവ് അഭിമന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവ് ഇവിടെയുണ്ട്. പിതാവ് എത്ര താല്പര്യത്തോടെയാണ് അൽഫോൻസാമ്മയുടെ സന്നിധിയിലേക്ക് എത്തുന്നതെന്ന്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പോലും അൽഫോൻസാമ്മയുടെ കാര്യമാണ്, ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് അനുഗ്രഹമുള്ള സാന്നിധ്യം സ്നേഹപൂർവ്വം നമുക്ക് നൽകുന്നു. അഭിമന്യ വലിയ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശംഷാബാദ് അതിരൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവിനോട് ഇന്നലെയാണ് കൊടികയറ്റാണ് എന്ന് അറിയിച്ച് പ്രത്യേകമായിട്ട് ക്ഷണിച്ചത്. യാതൊരു വൈമനസ്യവും കൂടാതെ പിതാവ് ഈ ക്രമത്തിലേക്ക് വരാൻ നല്ല മനസ്സ് കാണിച്ചു. മിഷണറിയായ അഭിമന്യ പിതാവിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പള്ളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരിച്ചൻ സക്രിയാസ് ആട്ടപ്പാട്ടച്ചൻ നമ്മുടെ ഈ ഷ്രൈനിനോട്, ഈ തിരുനാളിനോട് ഏറ്റവും അധികം സഹകരിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. അച്ഛൻ്റെ സാന്നിധ്യവും നിരന്തരമായ സഹകരണവും പ്രോത്സാഹനവും ഷ്രൈന് വലിയ മുതൽക്കൂട്ടാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും, ജനപ്രതിനിധികൾ, അതുപോലെ വോളണ്ടിയേഴ്സ്, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, കുഞ്ഞുമക്കൾ, എല്ലാവരെയും അൽഫോൻസാമ്മയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി. അൽഫോൻസാമ്മ വഴി ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട വലിയ പിതാവേ, കൊല്ലംപറമ്പിൽ പിതാവേ, ബഹുമാനപ്പെട്ട അധ്യക്ഷ, അഡ്മിനിസ്ട്രേറ്റർ, മറ്റ് വൈദികരെ, കൊറോന വികാരി സക്രിയാസിച്ച, അതായത് MLA മണിശി കാപ്പൻ, മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട പ്രൊൻഷിലമ്മേ, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പുണ്യ കുടീരങ്ങളാണ് റോമിനെ ആഗോള സഭയുടെ തലസ്ഥാനമാക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്ക് പാലാരൂപതയ്ക്ക്, സിറോ മലബാർ സഭയ്ക്ക് ഇതുപോലെ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഖബറ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അൽഫോൻസാമ്മ ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. രാജ്യാന്തരങ്ങളിലേക്ക് അമ്മയുടെ പേരും അമ്മയുടെ വിശുദ്ധിയും വ്യാപിച്ചു കഴിഞ്ഞു. ആ ഒരു വിശുദ്ധിയുടെ പ്രഘോഷണമാണ്
ഇന്ന് ഇവിടെ നമ്മൾ വീണ്ടും ഓർക്കുന്നത് അല്ലെങ്കിൽ ആരംഭം കുറിക്കുന്നത്. അൽഫോൻസാമ്മ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയതയാണ്. ലോക ബഹുമതികളിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച നമ്മെ ദൈവം മലമുകളിൽ പണിത പട്ടണമാക്കി മാറ്റിയിരിക്കുകയാണ്. പീഠത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ്. സൃഷ്ടികളെ മറന്ന് സൃഷ്ടാവിനെ സ്നേഹിച്ചവളാണ് അൽഫോൻസാമ്മ. സൃഷ്ടവസ്തുക്കളുടെ ആകർഷണത്തിൽ കുടുങ്ങി സൃഷ്ടാവിൽ എത്തിച്ചേരാത്ത നല്ലൊരു പറ്റം ആളുകൾ ലോകത്തിലുണ്ട്. അവർക്കെല്ലാം ഈ അൽഫോൻസാമ്മ ഒരു പുത്തൻ ഉണർവ് നൽകും എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രത്യാശ. അൽഫോൻസാമ്മയ്ക്കുള്ളത് ക്രൂശിതന്റെ മുഖമായിരുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ കുരിശിന്റെ വഴിയാണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിഞ്ഞവളാണ്. അൽഫോൻസാമ്മയുടെ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഫോർമുല സ്നേഹിക്കുക സമം സഹിക്കുക എന്നത് തന്നെയാണ്. ക്രൂശിതനോട് അനുരൂപപ്പെടാൻ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയ പുണ്യവതി ആണ് അൽഫോൻസാമ്മ. കുരിശില്ലാതെ എനിക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ കഴിയുകയില്ല. രോഗശയ്യയായിരുന്നു അവരുടെ വലിയ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മണ്ഡലം എന്ന് നമുക്കറിയാം. അൽഫോൻസാമ്മയുടെ തിരുനാൾ ആത്മീയ പ്രാധാന്യമുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഈ തിരുനാൾ വേറിട്ട ഒരു രീതിയിൽ ദൈവത്തോട് സംസാരിക്കാനുള്ള അവസരമായിരിക്കണം എന്നുള്ള നമ്മളുടെ ഉറച്ച നിലപാട് കൊണ്ടാണത്. യാമപ്രാർത്ഥനകൾ, പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുംഭസാരം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന നൽകുന്നത്. ദൈവികതയുടെ അവബോധം പ്രദേശ സമുദായസ്ഥിതമായ സ്വത്വബോധമായി വളരേണ്ടതാണ്. ഈ സ്വത്വബോധം കേവലം ഒരു ഗോത്രബോധം അല്ലെങ്കിൽ കേവലം പ്രാദേശികം എന്നതല്ല, മറിച്ച് ദൈവജനത്തിൻ്റെ ഒന്നിപ്പും ആ ദൈവജനത്തെ ദൈവാരാധനയിൽ കോർത്തിണക്കുന്നതുമായ അത്ഭുതകരമായ ഒരു അവസ്ഥയാണിത്. ഏകാഗ്രതയും താപസഗുണവും സാത്വിക ഭാവങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങളും വഴി സഭയെ റീവാലറൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് അമ്മ പഠിപ്പിക്കുകയാണ്. ആഡംബരങ്ങളുടെ അർത്ഥമില്ലായ്മ എടുത്തു കാണിക്കുന്ന തിരുനാളാണിത്. ആഡംബരങ്ങൾ വളർച്ചയല്ല, അത് തളർച്ചയും വിളർച്ചയുമാണെന്ന് അൽഫോൻസാമ്മ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈ ബോധ്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. വിനയവും ലാളിത്യവും നിലനിൽക്കുന്ന ഗുണങ്ങളുടെ ഒരു ലോജിസ്റ്റിക്സ് ആണ് ഈ തിരുനാൾ വഴി ഈ രൂപതയും നമ്മുടെ സഭയും സ്ഥാപിച്ചെടുക്കാൻ പരിശ്രമിക്കുന്നത്. അൽഫോൻസാമ്മ ഒരു കണ്ടിന്യൂഡ് ലെൻഡാണ്. നിരന്തരമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നോമ്പുകാലം പോലെ. അമ്മയൊരു ഓൺഗോയിങ് പെന്തക്കോസ്റ്റാണ്. എന്നും എല്ലാ അവസരങ്ങളിലും നവീകരണം ഉണ്ടായിരിക്കണം എന്ന ബോധ്യത്തിൽ നമ്മോട് സംസാരിക്കുന്ന അമ്മ. കണ്ടിന്യൂഡ് ലെൻഡും ഓൺഗോയിങ് പെന്തക്കോസ്റ്റും എന്ന രണ്ട് ചിന്തകൾ ഈ കബറിൽ ഒന്നിച്ചു ചേരുകയാണ്.
സമൂഹത്തെ സ്വർഗോന്മുഖമാക്കി നിർത്താനുള്ള വലിയ പരിശ്രമമാണിത്. ഇന്നത്തെ ദീപികയിലും മനോരമയിലും മറ്റു പത്രങ്ങളിലുമെല്ലാം പ്രസിദ്ധീകരിച്ച വാർത്തകൾ ഈ സാമൂഹ്യ വിപത്തിന്റെ ഗൗരവം സമൂഹത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ജനജാഗ്രത വളർത്തുന്നതിൽ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്ന പത്രങ്ങൾക്കും ചാനലുകൾക്കും ഇവിടെ ഈ സമൂഹം അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഇതൊരു നിയമ സമാധാന പ്രശ്നം മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെയും യുവജനങ്ങളെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ഒരു സാമൂഹിക ക്യാൻസറാണ്. കേരള പോലീസ് മുൻകൈയെടുത്ത് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ, അതിന്റെ തുടർ പരിപാടിയായി ശക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ നമുക്ക് ആത്മാഭിമാനം നൽകുന്നുണ്ട്. എന്നാൽ ഇത് പോലീസിന്റെയോ എക്സൈസ് വകുപ്പിന്റെയോ മാത്രം ഉത്തരവാദിത്വമായിട്ട് നമ്മൾ മാറ്റിക്കളയരുത്. സഭയും കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും പൊതു സമൂഹവും ഒരുമിച്ച് കൈകോർക്കുമ്പോഴാണ് മയക്ക് മരുന്നിനെ ഇവിടെ നിന്ന് മാറ്റിക്കളയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുനാള് നമ്മോട് ആവശ്യപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ വിശുദ്ധമായ കർമ്മത്തിലൂടെ നടത്തുന്നത്. നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുന്തിരിച്ചെടിയും ശാഖകളും മുന്തിരിക്കുലയും പോലെയുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. ആ ബന്ധമില്ലെങ്കിൽ ഉണക്കക്കമ്പാണ് നമ്മൾ. ഉണക്കക്കമ്പിന്റെ അവസ്ഥ തീയാണ്. തീയ പ്രതീകാത്മകമായിട്ട് നരകമാണ്. സഭയുടെ വിശുദ്ധ പൈതൃകങ്ങളോട് ചേർന്ന് നിൽക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. മയക്കുമരുന്ന് വിമുക്തമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ കാർഷിക ഉന്നമനത്തിന് വേണ്ടി കൂടുതലായിട്ട് നമ്മൾ പ്രയത്നിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നു ചേർന്നാൽ നമുക്ക് ഈ ദേശം, ഈ പ്രദേശം, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, കോതമംഗലം, ഹൈറേഞ്ച് മുഴുവൻ, കുട്ടനാട് ഉൾപ്പെടെ എല്ലാം കർഷകരാണ്. സർക്കാർ അവരുടെ പൂർണ്ണമായ ഒരു ശേഷി സമ്പത്ത് ഈ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി നൽകേണ്ടതാണ്. അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം നമുക്കതിന് ആവശ്യമാണ്. സഭയുടെ ലിറ്റർജിയുടെ പൂർണ്ണമായ ആഘോഷം, അപ്പോഴാണ് ഈ അപ്പോസ്തോലിക സഭ അഭിമാനം കൊള്ളുന്നത്. ഇനിയും കുറെയെല്ലാം അക്കാര്യത്തിൽ നമ്മൾ വളരേണ്ടതുണ്ട്. ആർഭാരങ്ങളോട് വിട പറയേണ്ടതുണ്ട്. സഭയിൽ നിലനിൽക്കുന്ന ഒരു കളക്റ്റീവ് ക്രൈസിസ് ഓഫ് ഐഡന്റിറ്റി, അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ക്രിസ്ത്യൻ വാല്യൂസ് ഹൈജാക്ട് ആകുന്നുണ്ട്. അവിടെയെല്ലാം എൻ്റെ പൂർണ്ണമായ ബോധ്യം അൽഫോൻസാമ്മ ഈസ് ദ റൈറ്റ് കീ ടു ഓപ്പൺ ദ റൈറ്റ് ഡോർ. അമ്മയുടെ ഈ തുമ്പ്, അമ്മയുടെ ആത്മീയ മേഖലയിലെ ഔന്നത്യം, ആ താക്കോല് കൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ, സഭയിലെ, വിശാല സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കണം. ഇവിടെ വരുന്നവരെല്ലാം യോഹന്നാനെ പോലെയാണ്. ഈശോയുടെ ഹൃദയം വായിച്ചയാള്, രൂപാന്തരീകരണം കണ്ടയാള്, കുരിശുമരണം കണ്ടയാള്, ജലവും രക്തവും ഒഴുകുന്നത് കണ്ടയാള്, കച്ച കണ്ട് വിശ്വസിച്ചയാള്, അന്ത്യത്താഴത്തിൽ ഇരട്ടിയപ്പം കർത്താവ് കൊടുത്തതല്ലെങ്കിൽ സ്വീകരിച്ചവൻ, ഇതെല്ലാം പ്രത്യേകതയുള്ള
അപ്പസ്തോലിക അംശങ്ങളാണ്. ഈ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാനെ പോലെ കർത്താവ് പറഞ്ഞല്ലോ, അവൻ മരിക്കുകയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എല്ലാം യോഹന്നാൻ ജീവിക്കുകയാണ്. യോഹന്നാൻ ഒരു ന്യൂ ബ്രീത്തിങ് നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഈസി ഓക്സിജനേഷൻ, എളുപ്പത്തിൽ ശ്വസിക്കാനുള്ള കാര്യം, ദൈവികമായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് യോഹന്നാൻ മരിക്കുന്നില്ലെങ്കിൽ നിനക്കെന്ത്? പത്രോസിനോട് ചോദിച്ചതാണല്ലോ, നീ എന്നെ അനുഗമിച്ചാൽ മതി. അവന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ 2 കാര്യങ്ങൾക്കാണല്ലോ ഈശോ ഉത്തരം കൊടുത്തത്. നീ എന്നെ അനുഗമിക്കുക, നീ ക്രൂശിക്കപ്പെടും, നീ ഭരണം നടത്തേണ്ടവനാണ്, നിനക്ക് എതിർപ്പുണ്ടാകും, നിനക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല, നീ എന്നെ അനുഗമിക്കണം, നീ ക്രൂശിക്കപ്പെടുമെന്ന് തന്നെയായിരുന്നു. യോഹന്നാനെ കുറിച്ച് അവൻ ജീവിക്കട്ടെ. ഈ പറഞ്ഞ സുവിശേഷങ്ങളിലൂടെ, ദൈവാനുഭവത്തിലൂടെ അതങ്ങ് ജീവിക്കട്ടെ. അത് ജീവിക്കുമ്പോഴാണ് സഭയ്ക്ക് ലൈവ്ലിനെസ് ഉണ്ടാകുന്നത്. ഈ അമ്മയുടെ പുണ്യ കബറും നമുക്കതുപോലുള്ള പുത്തൻ ദൈവാനുഭവത്തിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു വേദിയായിട്ട് മാറണം. വളരെയേറെ നാളുകളായിട്ട് ഇതിനു വേണ്ടി ബഹുമാനപ്പെട്ട റെക്ടച്ചനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഇവിടെയുള്ള വൈസ് ഡോക്ടർമാര്, സ്പിരിച്വൽ വാഗേഴ്സ്, കൊറോണ വികാരി, അസിസ്റ്റന്റുമാര്, ഇവിടുത്തെ വോളണ്ടിയേഴ്സ്, വൈകാരന്മാരെല്ലാം കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ റിച്ചായിട്ടുള്ള ആത്മീയ വിരുന്നാണ് ഈ ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. അത് നമുക്ക് അനുഭവിക്കണം, പങ്കെടുക്കണം. അമ്മ വഴി അച്ഛനോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണം. നമ്മുടെ ധാരാളം ആളുകളിൽ പ്രാർത്ഥനയ്ക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ വലിയ പിതാവാണ് അൽഫോൻസാമ്മയെ അൾത്താരയിൽ എത്തിച്ചയാള്, യാതൊരു സംശയവുമില്ല. അതിന്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ സിംഹാസനവുമായിട്ട് ആലോചനകൾ നടത്തി, നല്ല കറസ്പോണ്ടൻസ് നടത്തി. അമ്മ ഇന്ന് ലോകം മുഴുവനും അൾത്താരയിൽ വണങ്ങപ്പെടുന്നതിന്റെ പ്രധാന കാരണക്കാരൻ വിളിക്കപ്പുറം വലിയ പിതാവാണ്. പിതാവിന്റെ സാന്നിധ്യത്തിന് നമുക്ക് വലിയ ആഹ്ലാദമാണുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലംപറമ്പിൽ പിതാവ് കൂട്ടത്തിലുണ്ട്. പിതാവ് അടുത്ത ദിവസത്തോടെ കുർബാന അർപ്പിക്കും. പിതാവ് നല്ല മിഷണറിയാണ്. നമ്മുടെ സിനഡിൽ പൗരസ്ത്യ സഭകളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ചുരുക്കം ചില പിതാക്കന്മാരിൽ ഒരാളാണ് കൊല്ലംപറമ്പിൽ പിതാവ്. അദ്ദേഹം നല്ലപോലെ പഠിച്ച് ഒരുങ്ങി നിർഭയത്തോടുകൂടി സിനഡിൽ നടത്തുന്ന ഇന്റർവെൻഷൻസ് സഭയുടെ ഐക്യത്തിന് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും, ബഹുമാനപ്പെട്ട MLA, പ്രിൻസിലമ്മ, ഇതിനോട് ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും എല്ലാവരും വളരെ പ്രധാനപ്പെട്ടതാണ്. വിശാല സമൂഹത്തിലെ ആളുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ഈ പിഞ്ചിരിപ്പ് കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. ബലവാനായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും.
ബാലാരുണിയുടെ വലിയ പിതാവ് മാർ ജോസഫ് പുണ്യക്കാപ്പുറം പിതാവ്, മാർ ജോസഫ് കൊല്ലപ്പുറം പിതാവ് ഈ 3 വയസ്സെത്തിയിരിക്കുന്ന ഈ അവസരത്തിലും ഇടയ്ക്കിടയ്ക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുവാനും അൽഫോൻസാമ്മയുടെ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു ഉത്തേജനവും പ്രോത്സാഹനവുമായി നിൽക്കുവാൻ അഭിവന്യ മാർ ജോസഫ് പുണ്യക്കാപ്പുറം പിതാവ് ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ മാർ ജോസഫ് കൊല്ലപ്പുറം പിതാവ് പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഈ 2 പിതാക്കന്മാർക്കും ഏറെ സ്നേഹപൂർവ്വം തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരിലും വൈദികരുടെ പേരിലുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ തീർത്ഥാടന ശുശ്രൂഷയിൽ പങ്കുചേർന്ന നമ്മുടെ സോറാപ്പള്ളി വികാരിയച്ഛൻ, സക്കറിയാസ് ആട്ടപ്പാട്ടച്ചൻ, കൊച്ചച്ഛൻ, അതുപോലെ തന്നെ സിസ്റ്റർ എത്തിയിട്ടുണ്ട്. സിസ്റ്ററോടൊപ്പം തന്നെ സിസ്റ്റേഴ്സ്, നമ്മുടെ വോളണ്ടിയേഴ്സ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ബാധ്യത നമ്മുടെ